ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? ഫസ്റ്റ് നമ്മൾ സ്കിൻ പ്രിപ്പയർ ചെയ്യുന്നു. ടോണർ, വിറ്റാമിൻ സി സെറം ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം. സൺസ്ക്രീൻ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ സ്കിന്ന് റെഡി ആയിരിക്കുന്നു. ഈ വൃത്തികെട്ട പിഗ്മെന്റേഷൻസ് കവർ ചെയ്യാൻ പോവുകയാണ്. നമ്മളിന്ന് കൺസീലർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു 2 കോംബോ ആണ്. കൊള്ളാല്ലേ? ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഫില്ല് ചെയ്ത് കൊടുത്തു. സോ ഞാൻ കണ്ണെഴുതാൻ പോകുന്നത് നൈക്കേൻ്റെ ഈ ഒരു സ്മഡ്ജ് പ്രൂഫ് കാജൽ വെച്ചിട്ടാണ്. കൊള്ളായില്ല, എന്തോ മഹാഭാഗ്യത്തിന് ചെറിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അലമ്പായി. അതിനൊക്കപ്പോഴേ അറിയായിരുന്നു ഇപ്പുറത്തെ റെഡി ആകുമ്പോൾ ഇപ്പുറത്തെ റെഡി ആവില്ല. കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ഈ പണിക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളിയും കൂടി ഇല്ലാണ്ടാവും. നെക്സ്റ്റ് നമ്മൾ മസ്കാരയാണ് ഇടാൻ പോകുന്നത്. പിന്നെ നമ്മൾക്ക് ബ്ലഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത് ഭയങ്കര പിഗ്മെന്റഡ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ വരച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ അവിടെ നിൽക്കും, പെയിന്റ് അടിച്ച പോലെ. ഞാൻ മൊത്തം ബ്ലെൻഡ് ചെയ്തെടുത്തു. ദിസ് ഇസ് ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞി, ഇത്രേ ഉള്ളൂ. ഈ ഒരു ഫ്രോക്കാണ് ഇടാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഇതാണ് എൻ്റെ കമ്മൽ. പിന്നെ ഞാനൊരു വാള ഇടുന്നുണ്ട്. സിമ്പിൾ അല്ലേ? അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.